ദൈവത്തിലേക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ന്യായാധിപന്മാരുടെ പുസ്തകം 21 അധ്യായം. ഈ അധ്യായത്തിൻ്റെ ആമുഖം ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ നിലനിൽപ്പാണ്. കാരണം ബെഞ്ചമിൻ ഗോത്രത്തിന് 600 പേർ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടുവെന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടു. ഇസ്രായേലിൻ്റെ ഒരു ഗോത്രമാണല്ലോ ബെഞ്ചമിൻ. അത് ഇല്ലാതാകുന്നത് ഇസ്രായേൽക്കാർക്ക് വളരെ സങ്കടമാണ്. അവർ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. അതേ തുടർന്ന് ബെഞ്ചമിൻ യുവാക്കൾക്ക് ഭാര്യമാരെ കണ്ടെത്തുന്നതിനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതും നടപ്പിലാക്കുന്നതുമാണ് ഈ അധ്യായത്തിലെ വിഷയം. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ വചനഭാഗത്തിലേക്ക് പോകാം. 1. ഇസ്രായേൽക്കാർ മിസ്പയിൽ ഒന്നിച്ചുകൂടി തങ്ങളുടെ പെൺകുട്ടികളെ ഏത് ഗോത്രക്കാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയില്ല എന്നാണ് ശപഥം ചെയ്തത്. ബെഞ്ചമിൻകാർക്ക്. വാക്യം 21:1. ചോദ്യം 2. ഇസ്രായേൽക്കാർ എവിടെ വന്നാണ് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത്? മിസ്പായിൽ. വാക്യം 21:2. 3. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഇത്ര വലിയ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട്? ഇങ്ങനെ ദൈവസന്നിധിയിൽ വിലപിച്ചത് ആര്? ഇസ്രായേൽക്കാർ. വാക്യം 21:3. 4. ഇസ്രായേൽ ജനം എപ്പോഴാണ് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചത്? പിറ്റേ ദിവസം പുലർച്ചയ്ക്ക്. വാക്യം 21:4. 5. മിസ്പായിൽ കർത്താവിൻ്റെ മുൻപാകെ വരാത്തവരെ എന്ത് ചെയ്യുമെന്നാണ് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തത്? കൊന്നുകളയുമെന്ന്. വാക്യം 21:5. 6. താങ്കളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിന് എന്താണ് തോന്നിയത്? അനുകമ്പ. വാക്യം 21:6. 7. എന്ത് കാര്യം ആലോചിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ജനം മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒത്തുകൂടിയത്? ബെഞ്ചമിൻകാർക്ക് ഭാര്യമാരെ ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ. വാക്യം 21:7. ചോദ്യം 8. ഇസ്രായേൽ ജനം മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നപ്പോൾ അവിടെ വരാതിരുന്നത് എവിടെയുള്ളവരാണ് നിവാസികളാണ്? യാബേഷ് ഗിലാദ്. വാക്യം 21:8. യാബേഷ് ഗിലാദിലെ നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഇസ്രായേൽ ജനം എങ്ങനെ മനസ്സിലാക്കി? ജനത്തെ എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ. വാക്യം 21:9. 10. യാബേഷ് ഗിലാദിലെ സ്ത്രീകളും കുട്ടികളും അടക്കം വാളിനിരയാക്കാൻ യുദ്ധവീരന്മാരായ എത്ര പേരെയാണ് ഇസ്രായേൽക്കാർ നിയോഗിച്ചത്? 12,000 പേരെ. വാക്യം 21:10. 11. യാബേഷ് ഗിലാദിലെ എത്ര കന്യകമാർ ഉണ്ടായിരുന്നു? 400. വാക്യം 21:11. കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ആരെ? 400 കന്യകമാരെ. വാക്യം 21:12. ചോദ്യം 13. ഇസ്രായേൽ സമൂഹം മുഴുവനും എവിടെ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരോടാണ് സമാധാന പ്രഖ്യാപനം നടത്തിയത്? റിമ്മോൺ പാറയിൽ. വാക്യം 21:13. 14. ബെഞ്ചമിൻകാർ തിരിച്ചു വന്നപ്പോൾ ആരാണ് അവർക്ക് ഭാര്യമാരെ കൊടുത്തത്? യാബേഷ് ഗിലാദിലെ ജീവനോടെ ഇരുന്ന് രക്ഷിച്ച സ്ത്രീകളെ. വാക്യം 21:14. റിമ്മോൺ പാറയിൽ 600 ബെഞ്ചമിൻകാരാണ് താമസിച്ചിരുന്നത്. 400 കന്യകമാരെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഭാര്യമാരെ നൽകാൻ ഇസ്രായേൽ ജനം ആലോചിക്കുന്നു. അവരുടെ പുത്രിമാരെ ബെഞ്ചമിന് കൊടുക്കുകയില്ലെന്ന് അവർ ശപഥം ചെയ്തിട്ടുണ്ട്. ബാക്കി വന്ന 200 യുവാക്കൾക്ക് അവർ ഭാര്യമാരെ കണ്ടെത്തുന്നത് കാണാം. ചോദ്യം 15. ഇസ്രായേൽക്കാർ ഗോത്രങ്ങൾക്കിടയിൽ ആരാണ് ഒരു വിടവ് സൃഷ്ടിച്ചത്? കർത്താവ്. വാക്യം 21:15. ചോദ്യം 16. ഇസ്രായേൽക്കാർ ആരോട് ആണ് അലിവ് തോന്നിയത്? ബെഞ്ചമിൻ വംശജരോട്. 21:15. 17. ഇസ്രായേൽ സമൂഹത്തിൽ ശ്രേഷ്ഠന്മാർ എന്താണ് കൂടിയാലോചിച്ചത്? ബാക്കിയുള്ളവർക്ക് ഭാര്യമാരെ നൽകാൻ
എന്ത് ചെയ്യണമെന്ന്. വാക്യം 21:16. ചോദ്യം 18. ഇസ്രായേൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിന് അവശേഷിച്ചിരിക്കുന്നവർക്ക് എന്ത് വേണമെന്നാണ് ശ്രേഷ്ഠന്മാർ ആലോചിച്ചത്? അവകാശം. 21:11. ചോദ്യം 19. ഗേദ് വംശത്തിന് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്നാണ് ഇസ്രായേൽ ശപഥം ചെയ്തിട്ടുള്ളത്? ബെഞ്ചമിൻ. വാക്യം 21:18. ചോദ്യം 20. എവിടെയാണ് കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും ആഘോഷിച്ചിരുന്നത്? ഷീലോയിൽ. വാക്യം 21:19. 22. ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ എന്താണ് ബെഞ്ചമിൻകാരോട് നിർദ്ദേശിച്ചത്? മുന്തിരിത്തോട്ടത്തിൽ പതിയിരിക്കുവിൻ. 21:20. 23. ഷിലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്നും പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകുവിൻ. അധ്യായവും വാക്യവും പറയുക. ന്യായാധിപൻ 21:21. 24. അവരുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ പരാതിയുമായി ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ എന്ത് പറഞ്ഞുകൊള്ളാമെന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? സമാധാനം. വാക്യം 21:22. ചോദ്യം 25. താങ്കളുടെ എണ്ണമനുസരിച്ച് ഭാര്യമാരെ നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയി താങ്കൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങി ചെന്ന് പട്ടണം പുതുക്കിപ്പണിത് അവിടെ താമസിച്ചതാര്? ബെഞ്ചമിൻ ഗോത്രങ്ങൾ. വാക്യം 21:23. ചോദ്യം 26. ആരാണ് താങ്കളുടെ ഗോത്രങ്ങളിലും ഭവനങ്ങളിലേക്കും അവകാശഭൂമിയിലേക്കും മടങ്ങിപ്പോയത്? ഇസ്രായേൽ ജനം. വാക്യം 21:24. ചോദ്യം 27. ഇസ്രായേൽ രാജാവില്ലാതിരുന്ന കാലത്ത് ജനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്? തനിക്ക് യുക്തമെന്ന് തോന്നിയ പോലെ. വാക്യം 21:25. പ്രിയ സഹോദരങ്ങളെ, ന്യായാധിപന്മാരുടെ ഗ്രന്ഥം ഈ അധ്യായത്തോടുകൂടി സമാപിച്ചു. ഇനി അടുത്ത എപ്പിസോഡിൽ പ്രഭാഷക ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് വചനഭാഗം നോക്കാം. എല്ലാവരുടെയും ഒത്തിരി സ്നേഹത്തോടെ നന്ദി.